പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 24. ആ കളി 4 പേരും അവിടെ അവസാനിപ്പിച്ചു. പിന്നീട് സംസാരിച്ചൊക്കെ ഇരുന്നുവെങ്കിലും ശ്രീയുടെ മനസ്സിൽ ഈയൊരു കാര്യം കിടക്കുന്നുണ്ടായിരുന്നു. അവളുടെ പതർച്ച നിറഞ്ഞ മുഖം, വിയർപ്പ് പൊടിഞ്ഞ നെറ്റി, അതെല്ലാം ശ്രീ ശ്രദ്ധിച്ചിരുന്നു. അവൾ പറയുന്നത് കള്ളമാണെന്ന് അവൾ പറഞ്ഞതിൽ നിന്ന് തന്നെ ശ്രീക്ക് അത്രയും വ്യക്തമായിരുന്നു. ശ്രീ എന്തോ ആലോചിച്ചിരിക്കുകയായിരുന്ന അവളെ ഹിമ വിളിച്ചു. ക്ലാസ് കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ കണ്ണൻ കൊണ്ടുപോകാൻ വന്നില്ലായിരുന്നു. ശ്രീ അവനെ വിളിച്ചു നോക്കി. പക്ഷേ ഫോണിൽ മെസ്സേജ് കിടക്കുന്നുണ്ട്, വരില്ല എന്ന് പറഞ്ഞ്. കണ്ണേട്ടൻ വരില്ല ദേവു, ബസ്സിൽ പോകാം. രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. പതിവില്ലാതെ രണ്ടുപേരുടെ ഇടയിലും നിശബ്ദത നിറഞ്ഞു. സാധാരണ പോലെ തുറന്ന് സംസാരിക്കാനാവാത്തതുപോലെ. ദേവൂട്ടി, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശ്രീയുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞിരിക്കുന്നത് പോലെ തോന്നി ദേവുവിന്. എന്താ ഏട്ടത്തി? നിനക്ക് ആരെങ്കിലും ഇഷ്ടമാണോ? അതായത് പ്രണയം? കുറച്ചു സമയം അവൾ ഒന്ന് ആലോചിച്ചു. എന്ത് പറയണമെന്നവൾക്കറിയില്ല. ഉള്ളാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്നത് പോലെ. ഇങ്ങനെയൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ എന്ത് പറയണം എന്നറിയില്ല. ഏട്ടത്തി, അത് പിന്നെ ഏട്ടനറിയുമോ? അവൾ എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുന്നേ ശ്രീ അടുത്ത ചോദ്യം ചോദിച്ചിരുന്നു. ഇല്ല. അവളുടെ ശബ്ദം പതിഞ്ഞുപോയി. അപ്പോഴേക്കും ബസ് വന്നു. വീട്ടിലേക്കെത്തിയപ്പോഴും രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഞാനായിട്ട് ഇനിയൊന്നും ചോദിക്കില്ല. പറയണോ എന്ന് തോന്നിയാൽ നിനക്ക് പറയാം. ഏട്ടത്തിയായി കണ്ടല്ല, ഫ്രണ്ടായി കണ്ട് എന്ത് വേണമെങ്കിലും പറയാം. വീട്ടിലേക്ക് കയറും മുന്നേ ശ്രീ അവളെ ഓർമ്മിപ്പിച്ചു. ഇങ്ങനെയൊരു കാര്യം കണ്ണനോട് പറയണോ വേണ്ടയോ എന്ന് ശ്രീ 100 വട്ടം ആലോചിച്ചു. ഒടുക്കം വേണ്ട എന്ന് തീരുമാനിച്ചു. അവളായിട്ട് തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടെ എന്ന് കരുതി. ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴാണ് ശ്രീ വാതിലിൽ ആരോ കൊട്ടുന്നത് കേൾക്കുന്നത്. വാതിൽ തുറന്നപ്പോൾ ദേവുവാണ്. ഏട്ടത്തി, എനിക്ക് കുറച്ച് സംസാരിക്കാൻ. ദേവു ഒന്ന് പതറി. ശ്രീ അവളോട് അകത്തേക്ക് കയറാൻ പറഞ്ഞു. എന്താ കാര്യം? ഏട്ടത്തി, എനിക്ക് അങ്ങനെ പ്രണയമൊന്നുമില്ല. ദേവു ആകുലതയോടെ അവളോട് പറഞ്ഞു. ശ്രീ അതിന് അവളെ സംശയത്തോടെ നോക്കി. എനിക്കങ്ങനെ ഏട്ടത്തി കരുതും പോലെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ദേവുവിൻ്റെ തല താണു. പിന്നെ എനിക്കൊരാളെ ഇഷ്ടമാണ്, പക്ഷേ റിലേഷൻഷിപ്പ് ഒന്നുമല്ല. നീ എന്താണെന്ന് തെളിച്ചു പറയ് ദേവൂട്ടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം. ചെറുപ്പത്തിലെപ്പോഴോ അറിയാതെ മനസ്സിലേക്ക് കയറി കൂടിയതാണ്. ആദ്യമൊക്കെ പ്രായത്തിൻ്റേതായിരിക്കും, വലുതാവുമ്പോൾ എല്ലാം ശരിയാകും എന്നൊക്കെ കരുതി. പക്ഷെ പിന്നീട് മനസ്സിലായി, ഇനിയൊരിക്കലും അത് മനസ്സിൽ നിന്ന് പിഴുതു മാറ്റാൻ സാധിക്കില്ലെന്ന്. ശ്രീ അവളെ കേട്ടിരുന്നു. ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നവൾക്ക് മനസ്സിലായില്ല. എങ്കിലും അവൾ അയാളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് അവളുടെ ശബ്ദത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ശ്രീക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം. ഇതുവരെ ആളോട് പറഞ്ഞിട്ടില്ല. പേടിയാണ്. പക്ഷേ ഒരിക്കലും മനസ്സിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല. ഒരിക്കലും ഇനി. അവളുടെ ശബ്ദമൊന്ന് വിങ്ങി. ശ്രീ അവളെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവളുടെ കലങ്ങിയ കണ്ണുകൾ. ആർക്കും അറിയില്ലേ? ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല. പേടിയാണ്. ഏട്ടനോട് പറയാമായിരുന്നില്ലേ? ഇനി പറഞ്ഞിട്ടും കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവളുടെ ചുണ്ടിൽ വേദനയോടെയുള്ള പുഞ്ചിരി. ശ്രീ അവളെ എന്താണെന്ന രീതിയിൽ നോക്കി. അതൊന്നും ഇനി നടക്കില്ല ഏട്ടത്തി. എങ്ങനെയെങ്കിലും ഇതെല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയണമെന്നുണ്ട് എനിക്ക്. പക്ഷെ നടക്കുന്നില്ല. അവളുടെ സംസാരം കേട്ട് ശ്രീയുടെ ഉള്ളും ഒന്ന് നൊന്തു. ആദ്യമായിട്ടാണ് ദേവു ഇത്രയും വേദനയോടെ സംസാരിക്കുന്നത് കാണുന്നത്. അവൾ ദേവുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്താ കാര്യം ദേവു? ഇതെല്ലാം ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അല്പമെങ്കിലും ഒരു ആശ്വാസം ഉണ്ടായിരുന്നേനെയല്ലോ. ഏട്ടനോടെങ്കിലും നിനക്ക് പറയാമായിരുന്നു. അവൾ ദേവുവിൻ്റെ തലയിലൂടെ തലോടി. ഏട്ടനോട് പറയാനും പേടിയായിരുന്നു. ഏട്ടനൊന്നും പറയില്ല, എങ്കിലും മനസ്സുകൊണ്ട് അതിന് പറ്റിയില്ല. കൂടാതെ ഏട്ടൻ അറിയുന്ന ആളാണല്ലോ എന്നുള്ള ചിന്തയും. ദേവു പറഞ്ഞതും ശ്രീയുടെ മുഖം സംശയത്തോടെ ചുളിഞ്ഞു. കണ്ണേട്ടൻ അറിയുന്ന ആളോ? അതാരാണ്? ആരെക്കുറിച്ചാണ് ദേവൂട്ടി നീ പറയുന്നത്? സംശയം നിറഞ്ഞ മുഖത്തോടെ അവൾ ചോദിച്ചു. ദേവു അവളിൽ നിന്ന് നീങ്ങി നിന്നു. കിച്ചുവേട്ടൻ. ഒരു വേള അവളുടെ നാവിൽ നിന്ന് ആ പേര് കേട്ടതും ശ്രീയുടെ മനസ്സൊന്ന് കിടുത്തുപോയി. ഞെട്ടലായിരുന്നു അവളിൽ ആ സമയം നിറഞ്ഞു നിന്നത്. അവൾ അതേ ഞെട്ടലോടെ ദേവുവിനെ നോക്കി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ. കിച്ചുവോ? ശ്രീയിൽ അത്ഭുതമാണ് നിറഞ്ഞത്. അവൾ അതേ ആശ്ചര്യത്തോടെ ദേവുവിനോട് തിരക്കി.
ദേവുവിൻ്റെ മുഖത്ത് അപ്പോഴും ഒരുതരം വേദനയോടെയുള്ള ഭാവമാണ്. എന്തോ നഷ്ടപ്പെട്ടതുപോലെയുള്ള മുഖഭാവം. ദേവു മൂക്ക് വലിച്ചുകൊണ്ട് അതേ എന്ന രീതിയിൽ തലയാട്ടി. അല്ല ദേവൂട്ടി, ഈ കാര്യം ഏട്ടനോട് പറയുന്നതിൽ എന്താ തെറ്റ്? നല്ല കാര്യമല്ലേ? കിച്ചു അടുത്തറിയാവുന്ന ആളല്ലേ? പാവാണ്. കണ്ണേട്ടൻ എതിർപ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം പോയി പറയണ്ട, നീ കുഞ്ഞല്ലേ. കുറച്ച് കഴിയുമ്പോൾ നീയായിട്ട് തന്നെ കണ്ണേട്ടനോട് പോയി പറഞ്ഞാൽ മതി. ദേവു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഏട്ടൻ സമ്മതിച്ചിട്ട് കാര്യമില്ല ഏട്ടത്തി. കിച്ചുവേട്ടൻ കൂടെ സമ്മതിക്കണ്ടേ? അതുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത് പറയുമ്പോൾ ദേവുവിൻ്റെ തല താണുപോയി. കിച്ചു എന്താ സമ്മതിക്കാതിരിക്കാൻ മാത്രം? അത് കിച്ചുവേട്ടന് മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. അവളുടെ വാക്കുകൾ ശ്രീയിൽ ഞെട്ടലുണർത്തി. ഇതൊരു ഊരാക്കുടുക്ക് പോലെയാണ് അവൾക്ക് തോന്നിയത്. കിച്ചുവിന് വേറെ ആരെ ഇഷ്ടമാണെന്ന്? കിച്ചുവേട്ടന് ചെറുപ്പം മുതലേ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുട്ടിയെ ഇഷ്ടമായിരുന്നു. അല്ല, ഇപ്പോഴും ഇഷ്ടമാണ്, അവൾ വിഷമത്തോടെ പറഞ്ഞു. അവൻ അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ... ശ്രീ പറയാൻ വന്നത് നിർത്തി. അവൾ എന്താണ് പറയാൻ പോകുന്നത് എന്ന് ദേവുവിന് ഏകദേശ ധാരണ ലഭിച്ചു. ആ ചേച്ചി മരിച്ചു പോയതാണ് ഏട്ടത്തി. ദേവു തുടർന്ന് പറഞ്ഞതും ശ്രീ അവളെ സംശയത്തോടെ നോക്കി. എന്ത്? കിച്ചുവേട്ടൻ സ്നേഹിക്കുന്ന പെൺകുട്ടി മരിച്ചു പോയതാണ് 4 വർഷം മുൻപ്. എങ്ങനെ? ആക്സിഡൻ്റ് ആയതാണ്. കിച്ചുവേട്ടന് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് എല്ലാവരും അറിയുന്നത് തന്നെ ആ ചേച്ചി മരിച്ചപ്പോഴാണ്. അമൃത എന്നെന്തോ ആയിരുന്നു ആ ചേച്ചിയുടെ പേര്. സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന ശ്രീയോട് അവൾ കാര്യം പറഞ്ഞു തുടങ്ങി. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യമായി പീരീഡ്സ് ആയത്. അതിനു മുൻപും കിച്ചുവേട്ടനൊക്കെ ഇവിടെ വരുമെങ്കിലും അതിന് ശേഷം വന്നപ്പോൾ മുതൽ ഞാൻ ആളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കും. അതെന്തിനാണെന്ന് മനസ്സിലാക്കാനൊന്നും ആ സമയത്ത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി കിച്ചുവേട്ടൻ വീട്ടിലേക്ക് കയറി വന്നു. ആ സമയം ആളെന്തോ ഡിഗ്രിക്കായിട്ടേ പഠിക്കുകയാണ്. ലാസ്റ്റ് ഇയർ ആയിരുന്നു. കണ്ണൊക്കെ കലങ്ങി ആകെ ആടിയാണ് നടന്ന് വീട്ടിലേക്ക് കയറി വന്നത്. അമ്മയും ഏട്ടനും ഞാനും എല്ലാം ആകെ ഞെട്ടലോടെയാണ് നോക്കിയത്. ഏട്ടൻ ആദ്യം കള്ളു കുടിച്ചതിന് കിച്ചുവേട്ടനെ നന്നായി വഴക്കു പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ഏട്ടനെ കെട്ടിപ്പിടിച്ച് വല്ലാത്ത കരച്ചിലായിരുന്നു ആള്. ചേച്ചി മരിച്ച കാര്യമൊക്കെ പറഞ്ഞ് ഉറക്കെ കരഞ്ഞു. കാര്യം അറിഞ്ഞപ്പോൾ വല്ലാതെ ഞെട്ടിപ്പോയി ഞങ്ങളെല്ലാവരും. ഇങ്ങനെയൊരു കാര്യം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ആകെ ഞെട്ടിപ്പോയി. അതിനുശേഷം ആൾ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു, ഡിപ്രഷനൊക്കെ പോലെ. പിന്നീട് പതിയെ മാറി വന്നു. ആളെ ഏട്ടൻ മുംബൈയിലേക്ക് കൊണ്ടുപോയി. അവിടെ പോയി കഴിഞ്ഞ് ഓക്കെ ആയി. എങ്കിലും ആ ചേച്ചിയെ മറന്നിട്ടില്ല ഇപ്പോഴും. അത് ദേവൂട്ടിക്ക് എങ്ങനെ അറിയാം? കിച്ചു പറഞ്ഞോ അവൻ ഇപ്പോഴും നിന്നെ ഇഷ്ടമാണെന്ന്? ഒരുപക്ഷെ അതിൽ നിന്നെല്ലാം കിച്ചു മൂവ് ഓൺ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതെല്ലാം നിനക്ക് തോന്നുന്നതാവും ദേവൂട്ടി. ശ്രീ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇല്ല ഏട്ടത്തി, കിച്ചുവേട്ടൻ ആ ചേച്ചിയെ ഇപ്പോഴും ഇഷ്ടമാണ്. ഇപ്പോഴും ഫോണിലെ വാൾപേപ്പർ വരെ ആ ചേച്ചിയാണ്. അവളുടെ തൊണ്ടയിൽ അത് പറയുമ്പോൾ ഒരു ഗദ്ഗതം തിങ്ങി. എങ്കിലും ഒരാളോടെങ്കിലും എല്ലാം തുറന്നു പറഞ്ഞു എന്നുള്ളൊരു ആശ്വാസം ദേവുവിലുണ്ടായിരുന്നു. ശ്രീ ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. അവൾക്ക് ആശ്വസിപ്പിക്കാനും പിന്തിരിപ്പിക്കാനും പറ്റാത്തൊരവസ്ഥയിലായി പോയിരുന്നു. ഒരു കണക്കിൽ പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടുപോയ ഒരവസ്ഥ. ദേവൂട്ടി, ഇപ്പോൾ നീ പഠിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് പഠിക്ക്. ഇതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. ഏട്ടനോട് കൂടി സംസാരിച്ചതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇനിയും സമയമുണ്ടല്ലോ. ശ്രീ അവളെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ചു. ഉള്ളിൽ തിങ്ങി വിങ്ങി നിന്നിരുന്ന സങ്കടങ്ങളെല്ലാം ഒരാളോട് തുറന്നു പറഞ്ഞ ആശ്വാസത്തിലായിരുന്നു ദേവു അപ്പോൾ. ഇനി പോയി ചായയൊക്കെ കുടിക്ക്, ഞാൻ വരാം. ശ്രീ ദേവുവിനെ താഴേക്ക് പറഞ്ഞു വിട്ടു. അവളുടെ മുന്നിലേക്ക് കിച്ചുവിൻ്റെയും ദേവുവിൻ്റെയും മുഖം തെളിഞ്ഞു വന്നു. ഇങ്ങനെ ഒരു വിവാഹം അംഗീകരിക്കാതിരിക്കാൻ മാത്രം യാതൊരു തെറ്റുമില്ല. കണ്ണേട്ടനായാലും അമ്മയായാലും എല്ലാവരും അംഗീകരിക്കും. പക്ഷേ കിച്ചുവിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു കാര്യം കിടക്കുന്നത്ര കാലം അവൻ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ശ്രീയുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്ത ഉറച്ചു നിന്നു. വൈകാതെ ശ്രീ താഴേക്കിറങ്ങി. ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് ദേവു സാധാരണ പോലെ സംസാരിച്ചിരുന്നു. കുറുമ്പും ചിരിയൊക്കെ നിറഞ്ഞ അവരുടെ ദേവു. കണ്ണൻ അല്പം വൈകിയാണ് വന്നത്. നോക്കുമ്പോൾ കൂടെ മനു ഉണ്ട്. തൊട്ടു പിന്നിലായി 2 ബാഗൊക്കെയായി കിച്ചുവും. ഇതെന്താണ് പെട്ടിയും ബാഗൊക്കെ ആയിട്ട്? ദേവൂട്ടി അവരോടായി ചോദിച്ചു. ഞാൻ അപ്പുവിൻ്റെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് തീരുമാനിച്ചു, മനു ആവേശത്തോടെ പറഞ്ഞു. അമ്മയും ശ്രീയും അവർ 3 പേരെയും ഒന്ന് സൂക്ഷിച്ചു നോക്കി. ബുദ്ധി ആരുടേതാണ്? കണ്ണൻ്റെ ആണോ അതോ നിൻ്റെയോ? അമ്മ മനുവിനോട് ചോദിച്ചു.
മനു ഒന്ന് ചിരിച്ചു കാണിച്ച് കണ്ണൻ്റെ നേരെ കണ്ണ് കാണിച്ചു. അകത്തേക്ക് കയറ്, അമ്മ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. ശ്രീയും ദേവവും അമ്മയുടെ പിന്നാലെ കയറി. അതിനു പിന്നിൽ 3 പേരും കയറി. 3 പേരും ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം മനുവും കിച്ചുവും പോകാനായി ഇറങ്ങി. ബാഗൊക്കെ ആയി പോകാനിറങ്ങുന്ന മനുവിനെ കണ്ട് എല്ലാവർക്കും ഒരു വേള ചിരിയാണ് വന്നത്. അമ്മേ, പോയിട്ട് വരാം, അമ്മയോട് പറഞ്ഞ് മനു ഇറങ്ങി. പോകുന്നതൊക്കെ കൊള്ളാം, വെറുതെ വടി കൊടുത്ത് അടി വാങ്ങാൻ നിൽക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട എൻ്റെ മോനോട്, മനുവിനോട് അമ്മ പറഞ്ഞു. അത് കേട്ട് മനുവും കിച്ചുവും കൂടെയാണ് ചെറിയമ്മയുടെ വീട്ടിലേക്ക് പോയത്. ഇന്നാ ഏട്ടാ ബാഗ്. വീടിൻ്റെ അടുത്തേക്ക് എത്താനായതും ബാഗെല്ലാം മനുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് കിച്ചു കൈയൊഴിഞ്ഞു. മനു അവനെ എന്താണെന്ന രീതിയിൽ നോക്കി. വെറുതെ ഏട്ടന് തല്ല് കിട്ടുന്നത് കാണാൻ ഞാനില്ല, ഏട്ടൻ ഒറ്റയ്ക്ക് പോയിക്കോ. അവൻ കൈയൊഴിഞ്ഞു. തെണ്ടി. മനു ബാഗ് കയ്യിലേക്ക് വാങ്ങി നടന്നു നീങ്ങി. അവൻ പോകുന്നത് നോക്കി ഒരു നെടുവീർപ്പിട്ട് കിച്ചു തിരികെ കണ്ണൻ്റെ വീട്ടിലേക്ക് നടന്നു. മനുവിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയമില്ലാതിരുന്നില്ല. കുഞ്ഞിനെ കാണാൻ ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും ഇവിടെ നിൽക്കാൻ പോകുന്നു എന്നറിഞ്ഞാൽ അമ്മ ചിലപ്പോൾ കരണത്തിട്ടൊന്ന് പൊട്ടിക്കാനും മടിക്കില്ല. വാതിൽക്കൽ നിന്ന് ബെല്ലടിച്ചപ്പോൾ ഡോറ് തുറന്നത് ആരവായിരുന്നു. ആ അളിയ, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? അവൻ്റെ ശബ്ദത്തിൽ പരിഹാസമുള്ളതുപോലെ തോന്നി മനുവിന്. 2 ദിവസം ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെയും ഭാര്യയുടെയും കൂടെ നിൽക്കാമെന്ന് കരുതി, മനു അല്പം ഗൗരവത്തിൽ തന്നെ അവനോട് തിരികെ പറഞ്ഞു. കുഞ്ഞിനെ കൂടെ താമസിക്കുന്നതൊക്കെ ഭാര്യയുടെ കൂടെ നടക്കുമെന്ന് തോന്നുന്നില്ല, എന്തോ ആലോചിക്കുന്നു എന്ന പോലെ എക്സ്പ്രഷനൊക്കെ ഇട്ട് അച്ചു പറഞ്ഞു. മനു അതിന് ഒന്നും മറുപടി പറഞ്ഞില്ല. വാ, അകത്തേക്ക് കയറ്. അമ്മയില്ലേ? ഇല്ല, അമ്മ അച്ഛൻ്റെ പെങ്ങളുടെ കൂടെ ഗുരുവായൂർ പോയി. ഇനി നാളെ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം വരും. അപ്പുവും കുഞ്ഞും കിടക്കുകയാണ്, ഞാൻ വിളിക്കാം. അച്ചു അവരെ വിളിക്കാനായി പോവാനൊരുങ്ങി. വേണ്ട, ഞാൻ നോക്കാം. അതിനെ തടഞ്ഞ് മനു ബാഗും എടുത്ത് അമ്മുവിൻ്റെ മുറിയിലേക്ക് നടന്നു. മുകളിലാണ് അമ്മുവിൻ്റെ മുറി. മുറിയുടെ വാതിലിൽ കൊട്ടണോ വേണ്ടയോ എന്നാലോചിച്ച് കുറച്ചു സമയം അവൻ നിന്നു. പിന്നീട് കുഞ്ഞുറക്കമാണെങ്കിലോ എന്ന് കരുതി അവൻ ഡോർ ഹാൻഡിലിൽ പിടിച്ചു തിരിച്ചു. ലോക്കല്ലാത്തത് കൊണ്ട് അത് തുറന്നു വന്നു. കട്ടിലിൽ അവനെതിരായിട്ട് അമ്മു മറുവശത്തേക്ക് തിരിഞ്ഞു കിടക്കുന്നുണ്ട്. ഡോറ് തുറന്നത് അവൾ അറിഞ്ഞിട്ടില്ല എന്നവന് മനസ്സിലായി. അവൻ അവളുടെ അടുത്തേക്ക് എത്തി നോക്കി. പതിയെ ശബ്ദമുണ്ടാക്കാതെ അവളുടെ നേർക്ക് വന്നു. കട്ടിലിൽ അവളുടെ എതിർവശത്തേക്കിരുന്നു. കുഞ്ഞിന് പാല് കൊടുക്കുന്നതിനിടയിൽ ഉറങ്ങിപ്പോയതാണ്. വസ്ത്രമെല്ലാം സ്ഥാനം മാറിക്കിടക്കുകയാണ്. കുഞ്ഞും അരികിലായി ഉറങ്ങിക്കിടക്കുകയാണ്. അവൻ അവളെ കണ്ണിമ ചിമ്മാതെ നോക്കി. അത്രയും അടുത്ത് അവളെ കണ്ടിട്ട് ഒരുപാട് നാളായി. അവളുടെ കണ്ണിനടിയിലെ കറുപ്പ് അവളുടെ ഉറക്കക്കുറവ് വിളിച്ചോതി. അവളുടെ സ്ഥാനം തെറ്റിക്കിടക്കുന്ന വസ്ത്രം കണ്ടിട്ടും അവൻ അവളോട് ബഹുമാനമാണ് തോന്നിയത്. മുള്ളു കൊണ്ടാൽ പോലും വേദനയോടെ ശബ്ദമുണ്ടാക്കിയിരുന്ന അവളിപ്പോൾ അമ്മയാണ്, ഭൂമിയോളം ക്ഷമയുള്ളവൾ. അവൻ അവളെ സ്നേഹപൂർവ്വം നോക്കിയിരുന്നു, കുഞ്ഞിനെയും. കുറച്ചധികം സമയം അവളെ നോക്കിയിരുന്നു. ഓരോ കാര്യങ്ങളും ഓർത്തങ്ങനെ അങ്ങനെ. അമ്മു ഉണർന്നിട്ടില്ല. അവൾ ഉണർന്നാൽ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള ചിന്തയെല്ലാം ഈ സമയം അവനിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. ഉള്ളാകെ കുഞ്ഞിൻ്റെയും അവളുടെയും മുഖം മാത്രം നിറഞ്ഞു നിന്നു. അവളില്ലാതെ താനില്ല എന്നുള്ളത് ഈ 1 മാസം കൊണ്ട് അവൻ പഠിച്ചു. ദുബായിലായിരിക്കുമ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ അവളുടെ പിണക്കം മാറും എന്നൊരു പ്രതീക്ഷ അവനുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. ഇനി എപ്പോൾ അവളുടെ പിണക്കം മാറി പഴയതുപോലെ ഒരു ജീവിതം ഉണ്ടാകുമെന്നത് അവന് പോലും ഒരെത്തും പിടിയുമില്ലാത്ത കാര്യമാണ്. അല്പസമയം കൂടെ കടന്നുപോയി. പെട്ടെന്ന് കുഞ്ഞൊന്ന് ചിണുങ്ങിയതും അമ്മു അറിയാതെ തന്നെ അവളുടെ കൈകൾ കുഞ്ഞിൻ്റെ തുടയിലൊന്ന് തട്ടിക്കൊടുത്തു. മനു അതെല്ലാം നോക്കിക്കണ്ടു. അതേ നിമിഷം അവളുടെ കണ്ണുകൾ പതിയെ ഒന്ന് തുറന്നു. നോട്ടം പോയത് മുന്നിലുള്ള മനുവിലേക്കാണ്. മനുവും അവളെ തന്നെയാണ് നോക്കിയിരുന്നത്. സ്വപ്നത്തിലെന്ന പോലെ അവളൊന്ന് പുഞ്ചിരിച്ചു. മനു അവളുടെ പുഞ്ചിരിയിലേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു പോയി. ഒരുപാട് നാളായിരിക്കുന്നു അവളുടെ ഒരു ചിരി കണ്ടിട്ട്. പക്ഷേ പെട്ടെന്ന് എന്തോ കണ്ട് ഞെട്ടും പോലെ അവളുടെ കണ്ണിലെ കൃഷ്ണമണി വികസിച്ചു. ഞെട്ടലോടെ അവൾ അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നു. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് വീണ്ടും നോക്കി. മനു ആണെങ്കിൽ കട്ടിലിലിരുന്ന് അവളെ തന്നെ നോക്കുകയാണ്. ഞൊടിയിടയിൽ അവളുടെ നോട്ടം തൻ്റെ വസ്ത്രത്തിലേക്ക് നീങ്ങി. തൻ്റെ ദേഹത്തു നിന്നും സ്ഥാനം തെറ്റിക്കിടക്കുന്ന വസ്ത്രം കണ്ടതും അവൾക്ക് വീണ്ടും ദേഷ്യമാണ് വന്നത്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ഭാഗമായിട്ട് വരാം. ബൈ ബൈ.